തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സ്ഥാനാർത്ഥികളെല്ലാം സജീവമാണ്. അപ്പോൾ വിവിധ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രചരണ പരിപാടികളും പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിൽ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ എന്നടുത്ത് കേരള കോൺഗ്രസ് ബിയുടെ ജില്ലാ പ്രസിഡന്റാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തെ ഞാൻ അങ്ങനെ പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നതിലുപരി അദ്ദേഹത്തെ പെട്ടെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ആകമാനം പ്രേക്ഷകർക്ക് മുഴുവൻ, പ്രത്യേകിച്ച് സിനിമാ പ്രേമികൾക്ക് മുഴുവൻ അറിയപ്പെടുന്ന ഒരാളാണ് പൂജപ്പുര രാധാകൃഷ്ണൻ. അദ്ദേഹം പൂജപ്പുരക്കാരനാണ്. തൊട്ടടുത്ത് ജഗതി വാർഡിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നടൻ മധുവിന്റെ വീട്ടിലാണ്. ഈ നാളെ നോമിനേഷൻ നൽകുന്നതിന് മുമ്പ് മധുവിനെ നേരിട്ട് കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് പൂജപ്പുര രാധാകൃഷ്ണൻ ഇവിടെ വന്നത്. അതിനുശേഷം കൈരളി ന്യൂസിനോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹം മധു എന്ന് പറയുന്ന വളരെ സീനിയറായ മലയാള സിനിമയുടെ നടനൊപ്പം നിരവധി സിനിമകളിൽ, ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് അത്രയേറെ വ്യക്തിബന്ധം കൂടിയുണ്ട്. അതുകൊണ്ടാണ് നടനെ അദ്ദേഹം കാണാൻ വേണ്ടി, മധുവിനെ കാണാൻ വേണ്ടി, മധുസാറിനെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയത്. ഡിസംബർ 13 എണ്ണുന്നത്. ജീവിക്കുന്ന മോശം എല്ലാവർക്കും അതെല്ലാം മോശമൊന്നുമല്ല. ചെറിയ നാൾ പബ്ലിക്കായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയമായിട്ട് വലിയ കുഴപ്പമൊന്നും കണ്ടിട്ടില്ലെങ്കിലും ശേഷം ഒരു ഇലക്ഷൻ നിൽക്കാൻ നേരത്ത് നാട്ടുകാരുടെ ഒരു ഡ്യൂട്ടിയാണ് ജയിപ്പിക്കാനുള്ളത്. ഞാനെൻ്റെ വിശ്വാസം. ഞാനിത് ആഗ്രഹിക്കാത്ത ആഗ്രഹമില്ല. എനിക്കിവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. സന്തോഷം. ആരെങ്കിലും വരുന്ന വിധത്തിൽ ഞാൻ പറയാം. പിന്നെ പ്രാർത്ഥിക്കാം. ജയിച്ചിട്ട് വരും. ജയിച്ചിട്ടില്ലേ? ഇപ്പോൾ ചേട്ടനെ സംബന്ധിച്ച് പറയുമ്പോൾ സിനിമാ രംഗത്ത്, സീരിയൽ രംഗത്ത് ഒക്കെ സജീവമായി നിൽക്കുന്ന, ഇപ്പോഴും കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു. അത് ദൂരദർശൻ്റെയൊക്കെ ഈ സീരിയലൊക്കെ ആരംഭിക്കുന്ന സമയത്ത് പുന്നയ്ക്ക വികസന കോർപ്പറേഷൻ അതിലെ ഒരു പ്രൊമോ പാട്ടിനകത്ത് പ്രധാനപ്പെട്ട നടന്മാർക്കൊപ്പം ജഗന്നാഥനൊക്കെ ആ സീരിയലിൽ, അപ്പോൾ സീരിയലൊക്കെ മലയാള സിനിമയിൽ സീരിയലൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ലഘുനാടകങ്ങൾ മുതൽ അഭിനയിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരം പരിചയങ്ങളൊക്കെ തന്നെ ഈ വാർഡിൽ സ്ഥാനാർത്ഥി എന്നുള്ളിൽ പോകുമ്പം എല്ലാവർക്കും സുപരിചിതനായിരിക്കില്ല. ആർക്കും പൂജപ്പുര രാധാകൃഷ്ണനെ പരിചയപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഗുണമാവുമോ തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും ഗുണമാവണം. കാരണം വേറെ ഒന്നുമല്ല, എന്നെ എത്രയോ കാലമായിട്ട് കാണാൻ തുടങ്ങി. പിന്നെ മാത്രമല്ല വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്പിളിച്ചേട്ടൻ ജഗതി യുടെ വീടാണ് വാർഡെന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇഷ്ടംപോലെ സിനിമകളിലും ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ. അതെ, ഒരു 10-30 വർഷമായ ഒരു സിനിമ ഉത്സവമേള എന്ന് പറഞ്ഞ സുരേഷ് ഉണ്ണിത്താൻ്റെ സിനിമ, അത് തന്നെ ഇന്ന് ഭയങ്കര വൈറലാണ്. ആ ഒരു പാട്ട് സീനുകൾ രാമ ശ്രീരാമ, അതേപോലെ അല്ല, ഞാനതിൽ വേറെ ഒരു പ്രത്യേക ജോലിയാണ് ചെയ്യുന്നത്. ക്ലാർനെറ്റും വായിക്കും, പഴവും കഴിക്കും. അപ്പം അതുകൊണ്ട് അത് ലോകം മുഴുക്കയും പല ഭാഷകളിലാണ് പിന്നെ ഓടിക്കൊണ്ട് വൈറലായിരുന്നത്. പ്രത്യേക രീതിയിൽ പാടുന്ന ഒരു രീതിയുണ്ട്, മുഖത്തിന്റെ ഒരു പ്രത്യേക ആക്ഷൻ. അതെ, അപ്പം അതനുസരിച്ച് ക്ലാർനെറ്റും എല്ലാം വായിച്ചിട്ട് പഴമെല്ലാം എടുത്ത് കഴിയും. ഇടയ്ക്കിടയ്ക്ക് ആ ക്ലിപ്പ് കാണുമ്പോൾ ചേട്ടൻ പിന്നിൽ നിൽക്കുന്നത് കാണാൻ പറ്റും. ഉണ്ട്. പിന്നെ ആ ക്ലിപ്പുകൾ എന്ന് പറഞ്ഞിരുന്നാൽ ഹിന്ദിയുണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, ഉറുദുണ്ട്, പിന്നെ എല്ലാ ഭാഷകളിലും അത് ചെയ്ത മഹാന്മാരെയാണ് നമ്മൾ സമ്മതിക്കേണ്ടത്. മലയാളത്തിൽ ചെയ്തു, പക്ഷേ എല്ലാ ഭാഷകളിലും ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് എവിടെ പോയിരുന്നാലും ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്തായിരുന്നാലും ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ ഗുണമാവട്ടെ എന്നുള്ളതാണ് കൈരളി ന്യൂസിന്റെ ആശംസ. കാരണം
ചേട്ടനെ പോലെ അത്രയേറെ വർഷങ്ങളായിട്ട് മലയാള സിനിമയുടെ ഭാഗമായി സീരിയലിന്റെ ഭാഗമായിട്ടൊക്കെ നിന്ന ഒരാൾ, പ്രത്യേകിച്ച് താങ്കൾ താമസിക്കുന്ന സ്ഥലം തൊട്ടടുത്ത് പൂജപ്പുരയാണെങ്കിൽ പൂജപ്പുര രവിചേട്ടൻ കലാകാരന്മാരുടെ വലിയ ഏരിയയാണ്. ഇപ്പോൾ ജഗതി പൂജപ്പുര എന്ന് പറഞ്ഞാൽ ജഗതിയുടെ പിതാവ് ജഗതി NK ആചാരി, തൊട്ടടുത്ത് പൂജപ്പുര രവി, ചേട്ടനെ പോലെ പൂജപ്പുര രാധാകൃഷ്ണൻ, പിന്നെ സീരിയൽ രംഗത്ത് വന്ന പല പ്രധാനപ്പെട്ട ആൾക്കാരും താമസിച്ചു. ഇപ്പം പത്മരാജൻ ചേട്ടൻ കുടുംബം തൊട്ടടുത്താണ്. അങ്ങനെ മരിക്കുന്നവർ അദ്ദേഹമായിട്ട് പത്മരാജൻ ചേട്ടൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ചേട്ടൻ. സിനിമ അഭിനയിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് മരിക്കുന്നത് വരെ ഏതൊക്കെ സിനിമയാണ്? ഞാൻ ഗന്ധർവൻ വരെ അതിനകത്തുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊരു പുസ്തകം വരെ എഴുതിയിരുന്നു. അദ്ദേഹത്തിന് മാത്രം അടുപ്പത്തിനെ കുറിച്ച്, പാലപ്പൂ മണമൊഴുകുന്ന ഇടവഴികൾ, 2ാം പതിപ്പ് ഇപ്പം നമ്മുടെ നിയമസഭയുടെ പുസ്തകോത്സവത്തിൽ ചിലപ്പം വരും. അങ്ങനെ ഇരിക്കുക. അത് ഒരുപാട് പേര് വായിച്ച് ഒരുപാട് അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞ് സ്കൂളുകളിൽ പഠിപ്പിക്കാൻ തന്നെ ഉണ്ട്. ഒരു തിങ്കളാഴ്ച നല്ല ദിവസം. ചേട്ടൻ തന്നെ അന്നത്തെ നെടുമുടിയൊക്കെ അഭിനയിച്ച കൈരളി വിലാസൻ ലോഡ്ജിലുണ്ടായിരുന്നോ? ഇല്ല, അതിൽ അഭിനയിച്ചിട്ടില്ല. ഈ മധുമോഹന്റെ സീരിയൽ ഘട്ടത്തിലൊക്കെ ചേട്ടൻ സജീവമായിട്ടുണ്ട്. പുന്നയ്ക്ക വികസന കോർപ്പറേഷൻ പറഞ്ഞാൽ അത് അതിഗംഭീരമായ ഒരു പരിപാടിയാണ്. അത് ശ്രീ വയലാർ മാധവൻകുട്ടിയുടെ പ്രോഡക്റ്റാണ്, ഡയറക്ടറായിട്ടുള്ള. അതിൽ അതായത് ആര് എന്ത് പോയിരുന്നാലും ശരി, അതിൽ പിന്നെ മറക്കാനൊക്കാത്ത തരികിട പുന്നയ്ക്ക എന്ന് പറയുമ്പോഴേ, അതെ, ഞായറാഴ്ച ദിവസങ്ങളിലാണ് അത് മുടങ്ങാതെ അവിടെ വന്നിരുന്ന് കുത്തിയിരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതൊക്കെ ഓർമ്മിച്ചാരെങ്കിലും ഒക്കെ ഓട്ടി ചോദിക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്ന സംഭവങ്ങൾ? അയ്യോ, അതുമല്ല, നമ്മൾ തന്നെ പറഞ്ഞിരുന്നാലും ആളുകളുടെ പഴയ കാലത്തെ ഓർമ്മകളാണ് ഏറ്റവും നമുക്ക് കൂടുതൽ കരുത്ത് വരുന്നത്, ആത്മവിശ്വാസം. അതെ, തീർച്ചയായും നമ്മുടെ തിരക്ക് പിടിച്ച്, അതായത് നാളെയാണ് അദ്ദേഹം നോമിനേഷൻ നൽകുന്നതിനിടയിൽ തിരക്കിനിടയിലാണ് അദ്ദേഹം മധുസാറിനെ കാണാൻ വന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പഴയ ചില ഓർമ്മകൾ കൂടി ഓർത്തെടുത്തു, നമ്മൾ ചിലത് ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പുതിയൊരു അറിവാണ് പത്മരാജൻ ചേട്ടനുമായി സഹകരിച്ച സമയം. അനശ്വരനായ മലയാളത്തിൻ്റെ സംവിധായകൻ P. പത്മരാജൻ, നമ്മൾ പുതിയ എല്ലാ തലമുറകളും മനസ്സിൽ കൊണ്ടു കിടക്കുന്ന അദ്ദേഹം സംവിധാനം ചെയ്ത പാട്ടുകൾ, എഴുതിയ കഥകൾ, നോവലുകൾ എല്ലാം അങ്ങനെ തങ്ങി നിൽക്കുന്ന P. പത്മരാജനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മബന്ധം, നടൻ മധുവായിട്ടുള്ള ആത്മബന്ധം ഒക്കെയാണ് അദ്ദേഹം വിവരിച്ചത്. മധു സാറിൻ്റെ പടത്തിലാണ് ആദ്യമായിട്ട് ശ്രീകുമാരൻ തമ്പി സാറ് ചെയ്ത സാറിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു. സാറുമായിട്ടാണ് ആദ്യത്തെ ഇൻട്രാക്ഷൻ. അമ്പലവിളക്കെന്ന് പറഞ്ഞ സിനിമ 1979. അങ്ങനെ അന്ന് തൊട്ട് എൻ്റെ ഹൃദയത്തിൽ ചേക്കേറിയ ആളാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ ചേക്കേറുന്നതിൻ്റെ അപ്പുറമായിട്ട് ഞാൻ അത് മനസ്സിൽ കൊണ്ടു നടക്കണം. അത്തരത്തിൽ വലിയ അനുഭവമുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ജഗതിയിൽ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കട്ടെ എന്ന ആശംസ കൂടിയാണ് നൽകാനുള്ളത്. ക്യാമറമാൻ ജയപ്രകാശ് കൊട്ടാരക്കരയ്ക്കൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.